നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഒപ്പുവെച്ച പാകിസ്ഥാന്റെ പുതിയ ഒരു സഖ്യമാണ് ഇസ്ലാമിക് നാറ്റോ സഖ്യമെന്ന് അവകാശപ്പെടുന്ന ഒരു സഖ്യം. ഇതിന് ഇന്ത്യയുമായി എന്താണ് ബന്ധം, ഇന്ത്യക്ക് ഇത് വെല്ലുവിളി ഉയർത്തുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും ചേർന്ന് ഈ മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായി പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. അതായത് ഈ മൂന്ന് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരായ സായുധ ആക്രമണത്തിൽ ഒന്നിച്ച് പ്രതികരിക്കുമെന്നതാണ് കരാർ. ഒരുപക്ഷെ ഇപ്പോൾ നേരത്തെ തന്നെ സൗദി അറേബ്യ പാകിസ്ഥാനുമായി ഇതുപോലെ ഒരു തന്ത്രപ്രധാനമായ കരാർ ഒപ്പുവെച്ചിരുന്നു. സൈനിക സഹകരണം, രണ്ട് രാജ്യങ്ങളിൽ ഒന്നിനെ ആക്രമിച്ചാൽ കൂടെ നിൽക്കും, ഒരുമിച്ച് അതിനെതിരെ പ്രതികരിക്കും എന്ന രീതിയിലാണ് ആ സൈനിക കരാറും അവസാനിക്കുന്നത്. അതായത് ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് ആണവായുധമില്ല, ആ മേഖലയിൽ ആണവായുധമുള്ളത് പാകിസ്ഥാനാണ്. ഇപ്പോൾ ഇറാനും ഇസ്രയേലും അമേരിക്ക തുടങ്ങി ആ പശ്ചിമേഷ്യ മുഴുവൻ സംഘർഷഭരിതമായപ്പോൾ ഇറാനെ ആക്രമിച്ചാൽ പകരം അമേരിക്കൻ ബേസുകൾ, ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന അറബ് രാജ്യങ്ങളിലേക്ക് ഇറാൻ നിരന്തരമായി ആക്രമിക്കുകയാണ്. അത് ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നതുമാണ്. ഈ രാജ്യങ്ങളുമായിട്ടുള്ള ശത്രുതയല്ല, പക്ഷേ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ച് ആക്രമിക്കുമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും വന്ന് സമാധാനപരമായി കഴിഞ്ഞിരുന്ന പശ്ചിമേഷ്യ സംഘർഷഭരിതമായപ്പോഴാണ് ഇതിനെതിരെ ഇപ്പോൾ ഏക കുറവുള്ളത് ആണവായുധം എന്ന മനസ്സിലാക്കിയാണ് അപ്പോൾ അണുവായുധമുള്ള പാകിസ്ഥാനുമായി അത്തരമൊരു കരാറ് സൗദി അറേബ്യ ഒപ്പുവെച്ചത്. ഈ പ്രതിരോധ കരാർ നിലവിൽ വന്നത് പശ്ചിമേഷ്യയിലെയും ദക്ഷിണേഷ്യയിലെയും സുരക്ഷയിൽ നിർണായക മാറ്റത്തിന് വഴിയൊരുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആക്രമണങ്ങളെ ഒന്നിച്ച് നേരിടുന്നതിലൂടെ സൗദിയുടെ സാമ്പത്തിക ശക്തിയും തുർക്കിയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയും പാകിസ്ഥാൻ്റെ സൈനിക ശേഷിയും ഒരൊറ്റ പ്രതിരോധ ചട്ടക്കൂടിന് കീഴിലെത്തും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഈ പ്രതിരോധ കരാറിനെ ഇസ്ലാമിക് നാറ്റോ എന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വിശേഷിപ്പിച്ചത്. ഖ്വാജ ആസിഫിൻ്റെ വിശേഷണം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്തും ആ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങൾ നടന്ന സമയത്തും ഇന്ത്യയെ വധിക്കുമെന്നും കൊല്ലുമെന്നും ഇന്ത്യ വച്ചിരിക്കില്ല എന്ന് തുടങ്ങി തങ്ങളുടെ കയ്യിൽ 117ഓളം അണുവായുധമുണ്ടെന്നും അത് വെറുതെ വച്ചിരിക്കുന്നതല്ലെന്നും ഇന്ത്യക്കെതിരെ പൊട്ടിക്കാനുള്ളതാണെന്നും എന്ന രീതിയിൽ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയ പ്രതിരോധ മന്ത്രിയാണ് ഖ്വാജ ആസിഫ്. ആ സമയത്ത് ഖ്വാജ ആസിഫിൻ്റെതായി വന്ന വിടുവായത്തം കൊണ്ട് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കിയതും പാകിസ്ഥാൻ തന്നെയാണ്. കാരണം ഒരു ഇംഗ്ലീഷ് മാസികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, പതിറ്റാണ്ടുകളായി, അതായത് 30 വർഷമായി, 3 പതിറ്റാണ്ടായി ഞങ്ങൾ തീവ്രവാദികളെ കയറ്റുമതി ചെയ്യുന്നു, തീവ്രവാദികളെ പരിപോഷിപ്പിക്കുന്നു, വളർത്തുന്നു. അതൊന്നും ഞങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന രീതിയിൽ, അതായത് പ്രധാനമായി അമേരിക്ക, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ തീവ്രവാദികളെ സംരക്ഷിക്കുന്നത് എന്ന രീതിയിൽ അതൊരു തീവ്രവാദി രാഷ്ട്രമെന്ന് പറയാതെ പറയുകയായിരുന്നു ഖ്വാജ ആസിഫ്. പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് അതിൻ്റെ സീരിയസ്നെസ് ബോധ്യപ്പെട്ടതും അത് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചതും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഇസ്ലാമിക് നാറ്റോ എന്നാണ്. ബാഹ്യ വെല്ലുവിളികൾക്കെതിരെ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് ഖ്വാജ ആസിഫ് ആവശ്യപ്പെട്ടു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പുതിയ സഖ്യം എന്ന് ചോദിച്ചാൽ, ഈ പുതിയ സഖ്യം രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ നയതന്ത്ര, രഹസ്യാന്വേഷണ, സൈനിക മേഖലകളിൽ പുതിയ പദ്ധതികൾക്കും കൂടുതൽ നിരീക്ഷണങ്ങൾക്കും കാരണമാക്കും. മാത്രമല്ല, തുർക്കിയുടെ അതിവേഗം വളരുന്ന പ്രതിരോധ വ്യവസായവുമായി പാകിസ്ഥാൻ്റെ സഹകരണം കൂടുതൽ ശക്തമാകും. യുദ്ധ ഡ്രോണുകൾ, നാവിക പ്രതിരോധ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക്സ്, യുദ്ധ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിൽ പാകിസ്ഥാന് കൂടുതൽ ശേഷി ലഭിക്കാൻ ഇത് വഴിയൊരുക്കും. മറ്റൊന്നുള്ളത് സംയുക്ത കമാൻഡ് സംവിധാനങ്ങൾ, രഹസ്യാന്വേഷണ വിവര കൈമാറ്റം, അറബിക്കടലിലെ നാവിക പ്രവർത്തനങ്ങൾ എന്നിവ പാകിസ്ഥാൻ്റെ തന്ത്രപരമായ ശേഷി വർദ്ധിപ്പിക്കാനൊരു സാധ്യതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയ്ക്കും തുർക്കിക്കും ഇന്ത്യയുമായി സ്വതന്ത്ര നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടെങ്കിലും സംഘർഷ സാഹചര്യങ്ങളിൽ ഇത് വെല്ലുവിളിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതൊരു ഇന്ത്യക്കൊരു പുതിയ വെല്ലുവിളി തന്നെയാണ്. പുതിയ സഖ്യത്തെ ദക്ഷിണേഷ്യയിലെ സുരക്ഷാ വിഷയങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമം ഇന്ത്യയുടെ പശ്ചിമേഷ്യൻ നയതന്ത്രത്തിന് വിള്ളൽ വീഴാനും സാധ്യതയേറും.
മറ്റൊരു കാര്യമുള്ളത്, ഇസ്രായേലും ഇന്ത്യയുമായി വളരെ നല്ലൊരു ബന്ധമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ മുസ്ലിം രാജ്യങ്ങളുടെ പൊതുവികാരം ഉപയോഗപ്പെടുത്തി ഇന്ത്യയെ പശ്ചിമേഷ്യൻ പങ്കാളികളിൽ നിന്ന് അകറ്റാൻ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നതായാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിലയിരുത്തൽ. ഇസ്രായേലുമായി ഇന്ത്യക്ക് ശക്തമായ തന്ത്രപരവും പ്രതിരോധ സാങ്കേതികവിദ്യാ സഹകരണവും ഉണ്ടെങ്കിലും പ്രധാന അറബ് രാജ്യങ്ങളുമായി ഇന്ത്യ നിർണായക നയതന്ത്ര വ്യാപാര ബന്ധങ്ങളും നിലനിർത്തുന്നുണ്ട്. അതായത് ഒരേ സമയം ഇസ്രായേലുമായി നമ്മൾ സഹകരിക്കുന്നു, അതായത് ജൂതരാഷ്ട്രമായ ഇസ്രായേലുമായി ഇന്ത്യ സഹകരിക്കുന്നു, അതോടൊപ്പം തന്നെ ഇസ്ലാം രാജ്യങ്ങളായ അറബ് രാജ്യങ്ങളുമായും ഇന്ത്യ നിർണായക നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തുന്നു എന്നുള്ളതാണ് ശ്ലാഘനീയമായ കാര്യം. ഇസ്ലാമിക് നാറ്റോ എന്ന ഈ പുതിയ സഖ്യത്തെ നേരിടാനും ഒരുപക്ഷെ ഇന്ത്യ അതിശക്തമായ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ടാവാം. പുതിയ സഖ്യത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ പരിമിതപ്പെടുത്തുവാൻ ഇന്ത്യക്ക് വിവിധ നയതന്ത്ര മാർഗങ്ങൾ പ്രയോജനപ്പെടുത്താനാകും. UAE, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള തന്ത്രപരവും സമുദ്ര സുരക്ഷാ രഹസ്യാന്വേഷണ സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഇതിൽ വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഫ്രാൻസ്, ഗ്രീസ്, സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണവും സൈനിക അഭ്യാസങ്ങളും വർദ്ധിപ്പിച്ച് തുർക്കിയുടെ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സ്വാധീനത്തെ നേരിടാനും ഇന്ത്യക്ക് ഒരു പരിധിവരെ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗദി അറേബ്യ ഒരുപക്ഷെ വാക്കു പാലിക്കുകയും ആ ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം നീങ്ങാനുള്ള സാധ്യതയും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഒരു യുദ്ധം വന്നാൽ, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമോ മറ്റോ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന് പൂർണ്ണമായ സൈനിക ആയുധ സഹകരണം സൗദി അറേബ്യ എത്രത്തോളം കണ്ടു കൊടുക്കും, അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടൽ സൗദി അറേബ്യ എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യം സംശയിച്ചു തന്നെ സൗദി അറേബ്യ തീരുമാനിക്കുകയുള്ളൂ എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഇനിയൊരു ഇന്ത്യ പാക് യുദ്ധം അല്ലെങ്കിൽ യുദ്ധസമാന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സൗദിയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.